കടന്നുപോയ രാഷ്ട്രീയ നാടകങ്ങൾക്കും മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കുമൊടുവിൽ ഇതാ വി.ഡി. സതീശൻ കേരളത്തിന്റെ അമരക്കാരനാകുമ്പോൾ ഈ മാറ്റം കേവലം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്കുള്ള അധികാര കൈമാറ്റം മാത്രമല്ല, ഇത് കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ വിളംബരം കൂടിയാണ്. ജനപിന്തുണയുള്ള നേതാവിനെ അട്ടിമറിക്കാൻ ഡൽഹിയുടെ പവറുമായി ഇറങ്ങിത്തിരിച്ചവർക്കും അവർക്ക് വിനീത വിധേയരായി പിന്നാലെ പോയ ഒരു കൂട്ടം യുവ MLA-മാർക്കും ജനങ്ങൾ നൽകിയ പ്രഹരം ചെറുതൊന്നുമല്ല. കേരളം ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാത്ത രാഷ്ട്രീയ ബോധം പണയപ്പെടുത്തിയ ഒരു വിഭാഗം ജനപ്രതിനിധികൾക്ക് ഈ 10 ദിവസങ്ങൾ ഒരു വലിയ പാഠമാണ്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ കുറച്ചു ദിവസങ്ങളായി നടന്നത് കേവലം ഒരു ഗ്രൂപ്പ് കളി ആയിരുന്നില്ല. അത് ജനഹിതവും സ്വാധീന ശക്തിയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു. വി.ഡി. സതീശൻ എന്ന സെക്യുലർ മുഖത്തെ ജനകീയ നേതാവിനെ മാറ്റി നിർത്തി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചവർ ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ്. KC വേണുഗോപാലിന്റെ പവർ ഉപയോഗിച്ച് സീറ്റ് സംഘടിപ്പിച്ചവർ നന്ദി പ്രകടിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് ജനവികാരത്തിന് വിരുദ്ധമായ പാതയായിരുന്നു. അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, തങ്ങളെ ജയിപ്പിച്ചത് KC ആണെന്ന സിംപ്ലിസ്റ്റിക് രാഷ്ട്രീയ ബോധത്തിൽ നിന്നുമായിരുന്നു. എന്നാൽ മറന്നുപോയ മറ്റൊന്ന്, വോട്ട് ചെയ്തത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ് എന്ന കാര്യമാണ്. പുതുതലമുറ നേതാക്കൾ എന്ന് നമ്മൾ കരുതിയ പലരും വി.ഡി. സതീശൻ വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ചത് കേരള സമൂഹത്തെ അമ്പരപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഷാഫി പറമ്പലിനെ പോലെയുള്ള ജനപ്രിയ നേതാക്കൾ ഈ അന്തർനാടകങ്ങളുടെ ഭാഗമായത് അവരുടെ പ്രതിച്ഛായക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് നേരെ ഉയർന്ന തെറി അഭിഷേകം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഷേധങ്ങൾ കേവലം വൈകാരികമല്ല, അത് രാഷ്ട്രീയപരമായ വിയോജിപ്പ് കൂടെയാണ്. വി.ഡി. സതീശൻ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാടുകൾക്ക് മുന്നിൽ ഷാഫി എന്ന മുഖമോ പേരോ തങ്ങൾക്ക് വലുതല്ല എന്ന് വോട്ടർമാർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. വിക്ടറി പരേഡ് പോലും നടത്താൻ സാധിക്കാത്ത വിധം സ്വന്തം മണ്ഡലങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ MLA-മാരുടെ അവസ്ഥയും ജനങ്ങളെ വിഡ്ഢികളാക്കുന്നവർക്കുള്ള ഒരു വലിയ താക്കീതാണ്. വർഗീയ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന സതീശനെ പിന്തുണയ്ക്കാതെ അധികാരത്തിന്റെ വളഞ്ഞ രീതികൾ തേടിയവർക്ക് കേരളത്തിന്റെ പൾസ് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. KC വേണുഗോപാൽ എന്ന അഖിലേന്ത്യാ നേതാവിന് തന്റെ സ്വന്തം നാട്ടിൽ സംഭവിച്ച പ്രതിച്ഛായ നഷ്ടവും നികത്താൻ ഒരുപക്ഷെ ഇനി വർഷങ്ങൾ വേണ്ടിവരും. അധികാര ദുർവിനിയോഗത്തിലൂടെയും മാനിപ്പുലേഷനിലൂടെയും ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന കറ അദ്ദേഹത്തിന്റെ കരിയറിൽ എന്നും നിലനിൽക്കും. 10 ദിവസം കൊണ്ട് അദ്ദേഹം വരുത്തിവെച്ച ഡാമേജ് കേരളത്തിലെ UDF പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലും വലിയ അമർഷമാണ് ഉയർന്നിരുന്നത്. ഈ മാറ്റം കേവലം ഒരു പാർട്ടിക്കുള്ളിലെ മാറ്റം മാത്രമല്ല, 10 വർഷക്കാലം റേഡിയോ പോലെ അങ്ങോട്ട് മാത്രം സംസാരിക്കുകയും ചോദ്യങ്ങൾ കേൾക്കുകയും വിസമ്മതിക്കുകയും ചെയ്ത ഒരു ഭരണകൂടത്തിനെതിരെയുള്ള ജനങ്ങൾ പ്രതികരിച്ചതിന്റെ തുടർച്ചയാണിത്. രാഷ്ട്രീയക്കാരെക്കാൾ വലിയ രാഷ്ട്രീയ ബോധം ഇന്ന് വോട്ടർമാർക്കുണ്ട്. ജനങ്ങൾ തന്നെയാണ് രാജാവെന്ന് ഈ പോരാട്ടം ഒരിക്കൽ കൂടി തെളിയിക്കുന്നുമുണ്ട്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് ഇനിയുള്ള 5 വർഷം എന്നത് ഒരു പരീക്ഷണ കാലഘട്ടമാണ്. ജനങ്ങൾ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നും പാർട്ടിക്കുള്ളിലെ സ്വാധീനത്തെക്കാൾ ജനഹൃദയത്തിലെ സ്ഥാനമാണ് പ്രധാനമെന്നും അവർ തിരിച്ചറിയേണ്ടി വരും. ശരിയുടെ പക്ഷത്തല്ലെങ്കിൽ വി.ഡി. സതീശനെ പോലും തള്ളിപ്പറയാൻ മടിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്കാണ് കേരളം മാറിയിരിക്കുന്നത്. അത്രമേൽ രാഷ്ട്രീയവും അത്രമേൽ പ്രബുദ്ധയുമായ ജനത ഇന്ന് ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഗ്രൂപ്പ് മാനേജർമാരുടെ കണക്കുകൂട്ടലുകൾക്ക് സ്ഥാനമില്ല. ഈ രാഷ്ട്രീയ പാഠം ഉൾക്കൊള്ളാൻ ഇനിയും തയ്യാറാവാത്തവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുമെന്ന കൃത്യമായ സന്ദേശമാണ് സതീശന്റെ ഈ സ്ഥാനാരോഹണം നൽകുന്നത്. അതെ, കേരള രാഷ്ട്രീയം മാറുകയാണ്. നേതാക്കളല്ല ഇവിടെ, ജനങ്ങളാണ് അജണ്ട നിശ്ചയിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.